ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മനസ്സിനെയും അതുപോലെ തന്നെ ഈശ്വരനും കൂടി കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം കേട്ടോ. അത് കാണുമ്പോഴേക്കും മഹേഷ് പറയുന്നുണ്ട്, അയ്യോ ഇതെന്റെ ഇളയമ്മ തന്നെ. ഇളയമ്മ എങ്ങനെയാ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഫുഡും പലഹാരങ്ങളൊക്കെ കൊണ്ടു തരും, എന്നിട്ട് പറയും കഴിക്കും മോനെ എന്ന് മനസ്സിന് വരുമ്പോ അതെ, ഇത് തന്നെയാ എന്റെ ഇളയമ്മ. അതെ, ഞാൻ ഇളയമ്മയായിട്ട് കണ്ടോട്ടെ. മോനെന്താ അങ്ങനെ കണ്ടോ, എനിക്കൊരു കുഴപ്പമില്ല. ആ, ഞാൻ നുറുക്ക് കഴിക്കട്ടെ. ഇന്നാ ഇഷിത താനും കഴിക്ക്, ഇന്നാ അശിതേച്ചി കഴിക്ക്. ആ, ദേ ഇന്നാ ഈശ്വരേട്ടാ കഴിക്കേ എന്ന് പറഞ്ഞ് മഹേഷ് കൊടുക്കാണ്. ആ, ദേ ഇളയമ്മേ ഇന്ന കഴിക്ക്, ഇളയമ്മക്ക് ഇഷ്ടാവും കഴിക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ മനസ്സിനെ അത് കഴിക്കുന്നുണ്ട്. ശേഷം എന്ന് ഞങ്ങൾ ഇറങ്ങട്ടെ, സമയമായി. അയ്യോ ഇത്ര പെട്ടെന്നോ എന്ന് മനസ്സിൽ ചോദിക്കുമ്പോ അതെ, ഓഫീസില് 100 കൂട്ടം പണിയുണ്ട് എനിക്കും എന്ന് ഇഷിതയും പറയാണ്. ഇനി എപ്പോഴാ വരാ? അത് അമ്മ ഒന്ന് മനസ്സിൽ കണ്ടാ മതി, അപ്പൊ തന്നെ ഞാൻ വരും. എടാ മഹേശ്വരെ, കണ്ടില്ലേടാ മഹേഷിന്റെ സ്വഭാവം എങ്ങനെയായിരിക്കണം ആൺകുട്ടികളായ. ഞങ്ങൾക്ക് ഒരുപാട് കണ്ടുപിടിക്കാനുണ്ട് മഹേഷിന്റെ അടുത്ത്. അതെ, ഇനി ഇടക്ക് വരണം കേട്ടോ, തീർച്ചയായിട്ടും വരാം. എന്നാ ഇഷിത നമുക്ക് ഇറങ്ങിയാലോ? ആ, ഇറങ്ങാം എന്ന് ഇഷിതയും പറയാണ്. അങ്ങനെ ഇഷിതയും മഹേഷും അവിടെ നിന്ന് ഇറങ്ങുവാട്ടോ. എന്നാ ശരി, പോയിട്ട് വരാവേ എന്ന് പറഞ്ഞിട്ട് ഇഷിതനെയും കൂട്ടിക്കൊണ്ട് മഹേഷ് അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഓ, എന്തൊരു നല്ലൊരു പയ്യനാ. അപ്പോഴേക്കും മഹേഷ് പറഞ്ഞിട്ട്, അയ്യോ ഇളയമ്മേ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് കാലി വീഴുവാണ്. എന്താ മഹേഷ് ഇത്? അല്ല, വീട്ടിൽ വന്നപ്പോ ഇത്രയും വലിയൊരു ആളാന്നറിയാണ്ട് ഞാൻ മോശമായിട്ടൊക്കെ പെരുമാറിയല്ലോ, അതിന് എന്നോട് ക്ഷമിക്കണം. ഓ, അതൊന്നും സാരമില്ല എന്ന് മനസ്സിന് പറയാണ്. എങ്കിൽ ഇറങ്ങട്ടെ, കാണാം. എപ്പോ കാണും? ഇളയമ്മ മനസ്സിൽ വിചാരിച്ച അപ്പൊ തന്നെ ഓടി ഇവിടെ എത്തും കേട്ടോ. ശരി മോനെ എന്ന് പറയാണ്. ശരി ഇഷിത, വാ കേറ് എന്ന് പറഞ്ഞിട്ട് അവര് വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് പോകുവാട്ടോ. അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഇഷിത പറയണ്ട്, ഹോ മഹേഷ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എന്തായിരുന്നു ഒരു അഭിനയം, കൂട് വിട്ട് കൂടുമാറ്റം എന്നൊക്കെ പറയണത് ഇപ്പൊ മനസ്സിലായി എന്ന് പറയാണ്. അല്ല, ആരെ ശങ്കരദാസ് IPS? ഇടയ്ക്ക് എനിക്കും ചിരി വരുന്നുണ്ടായിരുന്നു എന്ന് ഇഷിത പറയാണ്. അതൊക്കെ എനിക്ക് പെട്ടെന്ന് കിട്ടിയതാ. എങ്ങനെയുണ്ടെന്ന് ശങ്കരദാസ് IPS എന്ന് പറയുമ്പോഴേക്കും അടിപൊളിയായിരുന്നു. മനസ്സിനെയുടെ രൂപത്തിൽ ഞാനും കണ്ട് ആസ്വദിച്ചു എന്ന് ഇഷിത പറയാണ്. എന്നാലും പാവം ഈശ്വരേട്ടൻ അവരുടെ വലയില്, അപ്പൊ ആ അമ്മയുടെ വല കുടുങ്ങി പോകുന്നുണ്ടല്ലോ. പക്ഷെ എനിക്കൊരു സംശയോടോ. സംശയോ? എന്ത് സംശയം? അല്ല, വേറൊന്നുമല്ല, മനസ്സിനെ അമ്മേ എന്റെ അഭിനയത്തെ തകർത്ത് വീണ് അഭിനയിച്ചതാണോ ഒരു സംശയം. അതെന്താ അങ്ങനെ തോന്നുന്നത്? അത് വേറൊന്നുമല്ല, എന്റെ പൊട്ടൻ അഭിനയം വിശ്വസിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ വലിയ വിശ്വാസമൊന്നുമില്ല. എന്റെ അഭിനയത്തിന് മുകളിൽ അവർ കയറി തകർത്ത് അഭിനയിച്ചതാ. അപ്പൊ അതുകൊണ്ട് എന്തുണ്ടായി? അല്ല, നമ്മൾ അവരെ വിശ്വസിച്ചു അല്ലേ? നമ്മൾ ഈ കാര്യം പോയിട്ട് 100-ലും 101-ലൊക്കെ പോയി പറയും. അപ്പൊ നമ്മുടെ വീട്ടുകാരും അവരെ വിശ്വസിക്കും. അവർ മറയാക്കി എടുക്കും. എന്നിട്ട് അശ്വത ചേച്ചിനെ പീഡിപ്പിക്കും. അപ്പൊ അശ്വത ചേച്ചി പീഡിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പറഞ്ഞാൽ അവരാരെങ്കിലും അത് വിശ്വസിക്കോ? മനുഷ്യമ്മ പാവമാണ്, ഭയങ്കര സ്നേഹമുള്ളവരാണെന്ന് നമ്മൾ പറഞ്ഞതല്ലേ വിശ്വസിക്കുള്ളൂ. അപ്പൊ അതെന്നെ കാര്യം. താനൊരു കാര്യം ചെയ്യ്, 2 ദിവസം കഴിഞ്ഞ് ചേച്ചിനൊന്ന് വിളിച്ചു നോക്ക്, മനസ്സിനമ്മ എന്തിനു ചെയ്യുന്നുണ്ടോന്ന് നമുക്കപ്പൊ അറിയാലോ. ശരി. അല്ല, താൻ ഹോസ്പിറ്റലിലേക്കാണോ അതോ വീട്ടിലേക്കാണോ? അല്ല, ഹോസ്പിറ്റലിലേക്കാ. അല്ല, മഹേഷിന് തിരക്കുണ്ടെങ്കിൽ എന്നെ ഇവിടെ നിർത്തിയേക്ക്, ഞാൻ വല്ല ടാക്സിയും പിടിച്ചു പോയിക്കോളാം. തിരക്കൊന്നുമില്ലടോ, തന്നെ ഞാനേ ഹോസ്പിറ്റലിൽ കൊണ്ട് ആക്കിയിട്ട് തിരിച്ചു ഞാൻ പോയിക്കോളാം എന്ന് പറയാണ്. ശരി എന്ന് പറയണ്ട്. അങ്ങനെ മഹേഷ് ഇഷിതനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുവാട്ടോ. അതിനുശേഷം കാണിക്കുന്ന പ്രിയാമണിനെയാണ്. പ്രിയാമണി ആകെ ടെൻഷൻ അടിച്ച് നടക്കുവാട്ടോ. ഹോ, എന്തായോ എന്തോ, ആരും ഒന്നും വിളിക്കുന്നില്ലല്ലോ. മഹേഷ് മനസ്സിലുള്ള സ്വഭാവം അത്ര ശരിയൊന്നല്ല. ഇനി മഹേഷിന് ഇഷിതനെ ചൂടെടുത്ത് ഇറക്കി കാണോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കെ തന്നെ അഷിത പ്രിയാമണിയുടെ ഫോണിലേക്ക് വിളിക്കാട്ടോ. അശു ആണല്ലോ. ഹലോ മോളെ അശു, എങ്ങനെയുണ്ട് ഇവിടെ? എന്താ അമ്മ പേടിച്ചു പോയോ? ഇഷിതനെ മഹേഷിനെ ചൂല് വെച്ച് അടിച്ചു കൊടുക്കുന്നു. പിന്നല്ലാതെ എങ്ങനെയുണ്ടായിരുന്നു മോളെ? ഒന്നും പറയണ്ടമ്മേ, സൂപ്പറായിരുന്നു. മഹേഷും അതുപോലെ തന്നെ ഇഷിതനെ അമ്മ ഭയങ്കരമായിട്ട് സ്വീകരിച്ചു, സ്നേഹത്തോടെയാണ് സ്വീകരിച്ചത്. ആണോ? സത്യമാണോ? അതേമ്മേ, സത്യമാണെന്നേ. മഹേഷിനെ ഭയങ്കര ഇഷ്ടമായി അമ്മക്ക്. പഴയ കാര്യങ്ങളൊക്കെ മറന്നു ഭയങ്കര കൂട്ടായിരുന്നു. ഇവിടെ നിന്ന് ഭയങ്കര സന്തോഷത്തിൽ രണ്ടുപേരും അടങ്ങിയത്. അതൊന്ന് കേട്ടാ മതി എനിക്ക് എന്ന് പ്രിയാമണി പറയാണ്. അശ്വത പറയണ്ട്, എന്ത് പറയാനാ, അവരുടെ കൂടെ വിരുന്നിനെ വരാത്തോണ്ട് ഭയങ്കര പരിഭവത്തിലായിരുന്നു അമ്മ. എന്തായാലും ഇപ്പൊ പരിഭവം മാറിക്കിട്ടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കത്തിന് മനസ്സിനെ അങ്ങോട്ടേക്ക് വരുവാട്ടോ. ദേ അമ്മ വരുന്നുണ്ട്, ഞാൻ ഫോൺ കൊടുക്കാവേ എന്ന് പറഞ്ഞിട്ട് അഷിത ഫോൺ മനസ്സിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ആരാ മോളെ? അമ്മയാ. പ്രിയാമണി, എങ്ങനെ ഇരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നോ? മാഷ് എങ്ങനെ ഇരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നത്. മാഷിന്റെ ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഒരു കുഴപ്പമില്ല. ഇഷിത ഇടയ്ക്കൊന്ന് ആരോഗ്യമൊക്കെ നോക്കുന്നുണ്ടല്ലോ. മനസ്സിനൊക്കെ എങ്ങനെയുണ്ട്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ മോളോട് ചോദിക്കായിരുന്നേ, ഇഷിതയും മഹേഷും വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. നല്ലതായിരുന്നു. മഹേഷ് എന്ത് നല്ല മോനാ, ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ല. അവനെ എന്നെ അമ്മയെ തികച്ചു പോലും വിളിച്ചില്ല. എന്ത് സ്നേഹം അവന്, വായു തേനും പാലും ഒഴുകുമായിരുന്നു എന്ന് പറയാണ്. അത് കേട്ടാ മതി. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോ കുറ്റബോധം തോന്നുന്നു. ഇഷിതയും പാവം തന്നെയാ. അന്ന് മാധവനെ കൊണ്ട് കല്യാണം നടന്നതിനപ്പോ അങ്ങനെ തന്നെ ജീവിച്ചാൽ മതിയായിരുന്നു രണ്ടുപേരും.
ഓ ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പ്രിയാമണി പറയുമ്പോ അത് ശരിയാ, മാധവനേക്കാളും ഇഷിതൊക്കെ ചെയ്യുന്നത് മഹേഷ് തന്നെയാ. എന്തായാലും രണ്ടുപേരും സുഖമായിട്ട് ജീവിക്കട്ടെ അല്ലേ, പിന്നെ അല്ലാതെ എന്ന് പ്രിയാമണി പറയാ. എങ്കിലേ ഞാൻ ഫോൺ മോൾക്ക് കൊടുക്കാവേ, ഇന്ന് മോളെ എന്ന് പറഞ്ഞിട്ട് ഫോൺ കൊടുക്കുക. അമ്മേ എന്ന് ഞാൻ പിന്നീട് വിളിക്കാവേ, മോളെ ഐഷു ശരി എന്ന് പറഞ്ഞിട്ട് പ്രിയാമണി ഫോൺ വെക്കുക. അഷിതക്കും ഭയങ്കര സന്തോഷമാവാട്ടോ. അങ്ങനെ അഷിത ഫോൺ വെച്ചിട്ട് തിരിച്ചു പോണ സമയത്ത് മോളെ ഐഷു ഇന്ന് നിന്നേ എന്ന് പറയാണ്. എന്താ അമ്മേ? അല്ല നിന്റെ അനിയത്തിയും അതുപോലെ തന്നെ അനിയത്തിന്റെ ഭർത്താവ് വന്നപ്പോ ഞാൻ നന്നായിട്ട് തന്നെ സ്വീകരിച്ചല്ലോ അവരെ. പിന്നെ അമ്മ നന്നായിട്ട് സ്വീകരിച്ചു, സ്നേഹത്തോടെ സ്വീകരിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമാമേ. ആ അതെ, ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറയട്ടെ. പറഞ്ഞോ. നിന്റെ അനിയത്തിയുടെ അവളുടെ ഓന്റെ ഭർത്താവിന്റെയും അഭിനയം കണ്ട് ഞാൻ വീണു പോയത് നീ വിചാരിച്ചോ? അവന്റെ ഒരു ഓവർ ആക്ട്, ഞാൻ അതിന്റെ മോളെ ഒരു കളി കളിച്ചതല്ലേ മോളെ എന്ന് പറയാണ്. അവള് ചെയ്തെന്ന് ഞാൻ മറക്കില്ല. വെള്ളമടിച്ചിട്ട് മുഖം അടിച്ചു പൊട്ടിച്ചു. അവള് മുഖം അടിച്ചു പൊട്ടിച്ചപ്പോ അവൻ സപ്പോർട്ട് ചെയ്തു. കോങ്ങാന്റെ ഭർത്താവ് ഒരു ഉറക്കം തൂങ്ങി. എനിക്കവനെ കണ്ണെടുത്താ കണ്ടൂടാ. അതെ, ഞാൻ ഇങ്ങനെയൊക്കെ അഭിനയിച്ചത് എന്തിനാന്നറിയാവോ? ഇനിയിപ്പോ ഞാൻ അതിനൊക്കെ തിരിച്ച് നിനക്ക് മറുപടി തരാൻ വേണ്ടിട്ടാ. നിന്നെ ഞാൻ പീഡിപ്പിക്കൂടി, നന്നായിട്ട് കൂടിയിട്ട് പീഡിപ്പിക്കൂ. നീ അതൊക്കെ പോയി നിന്റെ അമ്മയടുത്ത് പറഞ്ഞാൽ നിന്റെ അമ്മ വിശ്വസിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. മഹേഷ് വിശ്വസിക്കോ? അവനും വിശ്വസിക്കില്ല. ഇഷിത വിശ്വസിക്കോ? അവളും വിശ്വസിക്കാൻ പോകുന്നില്ല. അങ്ങനെ നിനക്ക് ആരും വിശ്വസിക്കാൻ പറ്റില്ല. വിശ്വസിക്കാൻ പോണില്ല. നിന്നെ വിട്ട് പീഡിപ്പിച്ച് ഞാൻ കൊല്ലോടി. എന്റെ മോനെ ഞാൻ നിനക്കെതിരെ തിരിച്ചില്ലേ? ഇനി നാളൊരു സമയത്ത് അവനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും എനിക്ക് അഷിതേനെ വേണ്ടാന്ന്. നീ നോക്കിക്കോ, ഇതിനെല്ലാം നീ അനുഭവിക്കാൻ പോണത് നീയാണ് എന്ന് പറഞ്ഞിട്ട് മനസ്സിനെ അവിടെ നിന്ന് പോകുവാട്ടോ. മനസ്സിന് പോയിക്കുമ്പോഴേക്കും അഷിത പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുവാണ്. നമ്മുടെ ഇഷിതയാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ ഇരിക്കുകട്ടോ. അപ്പൊ ഒരു ഡോക്ടർ തന്നെ പറയുന്നുണ്ട്, അതെ 101 ആ പേഷ്യന്റിനെ ഒന്ന് നോക്കണം കേട്ടോ, ആ കുട്ടിക്ക് ചെറിയ ശ്വാസം മുട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ രോഗിനെ നമുക്ക് കാണാം, എല്ലാരും വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോകാൻ നേരത്തെ തന്നെ ഇഷിതയുടെ ഫോൺ ബെല്ലടിക്കുക കേട്ടോ. ഹലോ ഹലോ ഡോക്ടറെ, തിരക്കാണോ? ഞാനാ വിനോദ് മാളിയേക്കൽ. എനിക്കറിയാം എന്ന് പറയാണ്. അല്ല, നമ്മളെയൊക്കെ ഓർമ്മയുണ്ടോ? മറക്കാൻ പറ്റുന്ന ഒരു മുഖമോ ശബ്ദമോ അല്ലല്ലോ ഇത്. എന്താ വിനോദ്, എനിക്ക് ഇഷിത ഡോക്ടറെ ഒന്ന് കാണണോന്ന്, അർജന്റ് ആണ്. അതെയോ? എനിക്കിന്ന് 6 മണി വരെ ഡ്യൂട്ടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് മതിയോ? മതി. അല്ല ഭയങ്കര അർജന്റ് ആണെങ്കിൽ വേണമെങ്കിൽ 1 മണിക്കൂർ മുമ്പേ ഇറങ്ങാം. വേണ്ട, പേഷ്യന്റ് ഒക്കെ കഴിഞ്ഞിട്ട് പതുക്കെ വന്നാൽ മതി. എവിടെയാ വരണ്ടേന്ന് വിനോദ് ടെക്സ്റ്റ് ചെയ്താൽ മതി, ഞാൻ വന്നോളാം. ശരി എന്ന് പറഞ്ഞിട്ട് വിനോദ് ഫോൺ വെക്കുവാണ്. ശേഷം ഇഷിത സന്തോഷത്തോടു കൂടി തന്നെ ക്യാബിനിൽ പോയിരിക്കുക കേട്ടോ. പിന്നീട് കാണിക്കുന്ന മഹേഷിനെയാണ്. മഹേഷ് ഓഫീസിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ വിവേക് വരുന്നുണ്ട്. എവിടെയായിരുന്നു നീ ഇത്ര നേരം? എവിടെ പോയതായിരുന്നു? അത് ഒരു പറയെടുപ്പിന്. പറയെടുപ്പോ? അതേ, കല്യാണം കഴിഞ്ഞിട്ടുള്ള പറയെടുപ്പ്. എവിടെയായിരുന്നു പറ. ഒന്നും പറയണ്ട, ഇഷിതയുടെ ചേച്ചിയുടെ വീട്ടില് ഒന്ന് വിരുന്നിനെ പോയതാ. അവിടെ പോയിട്ട് വന്നതാ. നീ കാര്യം പറ. അതല്ല, നമ്മുടെ കമ്പനി വിൽക്കാൻ പോകുന്ന കാര്യം എല്ലാ ദിവസവും ബിസിനസ് ന്യൂസിൽ വരുന്നുണ്ട്. അതെ, നമ്മുടെ തൊഴിലാളികൾക്ക് ഭയങ്കര പാനിക്കാണ്. അതൊരു ബിസിനസ് തന്ത്രമാണ്. തൊഴിലാളികൾ പാനിക് ആയി കഴിഞ്ഞാൽ അവര് പെട്ടെന്ന് നിലം പതിക്കാൻ പറ്റും, അതിനുള്ള തന്ത്രം. അല്ല, ആകാശ് മേനോൻ നന്നായിട്ട് ഇതിനെ പുറകെ കളിക്കുന്നുണ്ട്. ഞാൻ അരുന്ധതി മേഡത്തിനെ വിളിച്ചായിരുന്നു. നീ ഒരു കാര്യം ചെയ്യും, ഒന്ന് വിളിക്കേ എന്ന് സംസാരിക്കെന്ന് പറയാണ്. ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അരുന്ധതിനെ വിളിക്കുകയാണ് നമ്മുടെ മഹേഷ്. ഹലോ അരുന്ധതി മാഡം. മഹേഷ് പറ. അതന്നെ നമ്മുടെ കമ്പനിയുടെ കാര്യം. ഞാൻ ഇവിടെ സംസാരിക്കുന്നുണ്ട് മഹേഷ്. ഞാൻ പറഞ്ഞില്ലേ, മഹേഷിന്റെ അനിയനല്ലേ വിനോദ് മാളിയേക്കൽ. പുള്ളിക്കാരോടൊന്ന് പറയാൻ പാടില്ലേ? ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പാർട്ടിയുടെ സഹായവും ഇതുപോലത്തെ സേവനത്തിന്റെ സഹായമൊക്കെ അത്യാവശ്യമാണ്. ഞാൻ ശ്രമിക്കാം മാഡം. ശരി എന്ന് പറഞ്ഞിട്ട് അരുന്ധതി ഫോൺ വെക്കുകയാണ്. എന്താ മഹേഷ് കേൾക്കുന്നത്? വിനോദ് മാളിയേക്കൽ നിന്റെ അനിയനാണോ? സ്വന്തം അനിയൻ എന്ന് വിവേക് ചോദിക്കുമ്പോൾ അതെ, എന്റെ സ്വന്തം അനിയനാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ വളർത്തി വലുതാക്കിയ അനിയൻ. പക്ഷെ അവൻ എന്നെ ഒരു സമയത്ത് തള്ളിക്കളഞ്ഞു. പക്ഷെ ഇപ്പൊ അവൻ എന്നെ മനസ്സിലാക്കുന്നുണ്ട്, എന്റെ നല്ല അനിയനാവുന്നുണ്ട്, എന്റെ കാര്യങ്ങളൊക്കെ അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോ കാര്യങ്ങളൊക്കെ എളുപ്പമാവുമല്ലോ വിനോദിനോട് സംസാരിച്ച. ഞാൻ സംസാരിച്ച് നോക്കാം എന്ന് നമ്മുടെ മഹേഷ് പറയണം. പക്ഷെ വിവേകിനെ കുറിച്ച് ഇഷ്ടക്കുറവൊക്കെ ഉണ്ട് കേട്ടോ വിനോദിന്റെ അനിയൻ. മഹേഷിന്റെ അനിയനാണ് വിനോദ് എന്ന് കേട്ടപ്പോഴേക്കും അങ്ങനെ വിവേക് അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴേക്കും മഹേഷ് അവിടെ അങ്ങനെ ഇരിക്കുവാണ്. എന്നിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവിടെ ഇരിക്കുക കേട്ടോ. പിന്നീട് കാണിക്കണം ഇഷിതനെ ആട്ടോ കാണിക്കണത്. ഇഷിത അങ്ങനെ വിനോദിനെ കാണാൻ വേണ്ടി ആ റെസ്റ്റോറന്റിലേക്ക് പോയിരിക്കുകയാണ്. വിനോദിനെ കാണുന്നുണ്ട്. വിനോദ് സോറി കേട്ടോ, കുറച്ച് വൈകിപ്പോയി. അധികം താമസിച്ചിട്ടൊന്നുമില്ല എന്ന് വിനോദ് പറയാണ്. അല്ല, നിങ്ങളുടെ രാഷ്ട്രീയക്കാരെപ്പോഴും അങ്ങോട്ട് കാത്തിരിക്കുന്ന പതിവ് കുറവാണല്ലോ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആ ഡോക്ടർ എന്ന് പറയാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണെന്ന് തോന്നുന്നല്ലോ. അതെ, വാ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ വിളിച്ച് ഇരുത്തുവാണ്. അതിനുശേഷം എന്താ കുടിക്കാൻ വേണ്ടത്? എനിക്കൊരു ലെമൺ ടീ മതി. സ്നാക്സ് എന്തെങ്കിലും? വേണ്ട, എങ്കിൽ എനിക്ക് ലെമൺ ടീ എന്ന് അവിടുത്തെ ആളോട് പറയാണ്. ശരി എന്ന് പറയാനുണ്ട്. അവർക്ക് രണ്ടുപേർക്ക് ലെമൺ ടീ കൊടുക്കുന്നുണ്ട്. ശേഷം ഇഷിത ചോദിക്കണ്ടേ, എന്താ വളരെ ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞത്? ഇത് വളരെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഡോക്ടർ. പക്ഷെ ഒരു കാര്യമുണ്ട്,
എങ്ങനെ ഞാൻ പറഞ്ഞ കഥ ബോറടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ, സിഗ്നൽ തരണം, ഞാൻ നിർത്തിക്കോളാം. വിനോദ് പറഞ്ഞതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. കാരണം വിനോദ് എനിക്ക് പ്രിയപ്പെട്ടവരിൽ ഒരാളാണ് എന്ന് പറയാണ്. എങ്കിലും ശരി, ഞാൻ പറയാം. എന്റെ കുടുംബം ഒരു ദരിദ്ര കുടുംബമായിരുന്നു. അച്ഛൻ, അമ്മ, പെങ്ങൾ, അതുപോലെ തന്നെ ഒരു ചേട്ടനായിരുന്നു കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നായിരുന്നത്. അച്ഛന് ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. ഞാനാണെങ്കിലോ ഭയങ്കര ഒരു ധൂർത്തനായിരുന്നു. ഇതേപോലത്തെ ഒരു വിനോദമായിരുന്നില്ല ഞാൻ. ചേട്ടനെ എപ്പോഴും ധൂർത്തടിച്ചുകൊണ്ടേയിരിക്കും. അന്ന് വേണമെങ്കിൽ എനിക്ക് നടന്നിട്ട് കോളേജിലേക്ക് പോവായിരുന്നു. പക്ഷെ ഞാൻ നിർബന്ധം പിടിച്ചു എനിക്ക് ഹോസ്റ്റലിൽ നിന്നിട്ട് തന്നെ പഠിക്കണമെന്ന്. ചേട്ടൻ അത് സമ്മതിച്ചു. അവസാനം ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോയി. സുചിത്രനെ പരിചയപ്പെടുന്നേക്കാളും മുമ്പാണ് കേട്ടോ ഇതൊക്കെ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ കൂട്ടുകാരുടെ കൂടെ ചേർന്നിട്ട് ഡ്രഗ്സും കാര്യങ്ങളൊക്കെ അടിക്കുകയും ചെയ്തു. ഒരു ദിവസം ചേട്ടൻ എന്നെ ഹോസ്റ്റലിൽ കാണാൻ പോയിരുന്നപ്പോ ചേട്ടന്റെ മുഖത്തിട്ട് ഞാൻ അടിച്ചു. ഫ്രണ്ട്സും അടിച്ചു, ഒരുപാട് പേരടിച്ചു. അവസാനം ചേട്ടൻ എന്നെ ഉപേക്ഷിച്ചു. വീട്ടുകാരുടെ ചേട്ടൻ ചോദിച്ചു ഞാനാണോ അതോ ചേട്ടനാണോ വേണ്ടതെന്ന്. വീട്ടുകാർ തീർച്ചയായിട്ടും ചേട്ടനെ മതിയെന്ന് പറഞ്ഞു. ചേട്ടൻ വീട്ടുകാരെ നോക്കി ഞാൻ അന്ന് നാട് വിട്ടതാ. എനിക്ക് ആ ചേട്ടനെ കുറിച്ച് ഓർത്ത് അഭിമാനം തോന്നുന്നു. പാവം മനുഷ്യൻ. അതെ, എനിക്കിപ്പോ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുന്നു. ഇപ്പൊ എനിക്ക് എന്റെ ചേട്ടൻ വെച്ചാൽ ജീവനാണ് എന്നിങ്ങനെ പറയുവാട്ടോ. വിനോദ് അതിന് ശേഷം പറയുന്നുണ്ട്, ഡോക്ടർ ഇഷിത ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവുമല്ലോ ഞാനിപ്പോ ഈ കേസൊക്കെ എന്താണ് ഇങ്ങനെ പറയണേന്ന്. അങ്ങനെയൊന്നുമില്ല. ഇനിയിപ്പോ വിനോദിന്റെ ചേട്ടൻ എനിക്ക് അറിയാവുന്ന ആരെങ്കിലും ആണോ? തീർച്ചയായിട്ടും ഡോക്ടർക്ക് നന്നായിട്ട് അറിയാം. അതാരാ അത് ഡോക്ടറിന്റെ ഭർത്താവ് മഹേഷ് ചന്ദ്രൻ. അതാ എന്റെ ചേട്ടൻ എന്ന് പറയാണ്. അത് കേൾക്കുന്ന ഇഷിത ആകെ ഞെട്ടിപ്പോവാട്ടോ. ഇഷിതക്കാകെ തല കറങ്ങുന്ന പോലെയൊക്കെ തോന്നുവാണ്. അങ്ങനെ മാറി മറിച്ച് ഇഷിതേനെയും വിനോദിനെയും കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. നാളത്തെ പ്രൊമോല് കാണിക്കുന്നത് നമ്മുടെ ആദി തിരിച്ചു പോകാൻ വേണ്ടി ഒരുങ്ങുവാട്ടോ. ആ സമയത്ത് ആകാശ് പോണ വഴിക്കെല്ലാം തന്നെ ആദിനെ എരിപിരി കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ അച്ഛനെ നീ കേരളത്തിൽ പഠിക്കണത് ഇഷ്ടമല്ല. അയാളെ ഞാൻ വെച്ചിട്ടുണ്ട്. അയാളെ സെക്കൻഡ് വൈഫിനെ ഞാനൊന്ന് കാണട്ടെ, രണ്ട് കൊടുക്കുന്നുണ്ട് ഞാൻ എന്നൊക്കെ പറയാണ്. അങ്ങനെ രചന ഉമ്മയൊക്കെ വെച്ചിട്ട് ആദിനെ പറഞ്ഞയക്കുകയാണ്. പക്ഷെ പോകുന്ന സമയത്ത് ആദിക്ക് ചെറിയൊരു ആക്സിഡന്റ് പറ്റുന്നുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, ഇഷിതയാണ് ആക്സിഡന്റ് പറ്റുന്ന സമയത്ത് ആദിനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്. മോനെ എന്ന് വിളിച്ചിട്ട് ആദിനെ പൊക്കി എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാട്ടോ. ഈശ്വര, ആദിക്കാണോ ആക്സിഡന്റ് പറ്റിയതെന്ന് ആകാശിന് മനസ്സിലാവുന്നില്ല. അപ്പൊ അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തൊക്കെയൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കാണിക്കുന്ന ഒരു പ്രൊമോ ആണ് കാണിച്ചത്. ഇനി ആദിയുടെ ഡ്രാമയാണോ ഇതെന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഡ്രാമ തന്നെയാണ് കേട്ടോ, അത് സംശയിക്കേണ്ട കാര്യമില്ലല്ലോ. ആരും അറിയിക്കാതെ ആദ്യ നടത്തുന്ന ഡ്രാമ, ആ ഒരു ഭാഗത്തോടാണ് പ്രൊമോ തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.